ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബയോളജി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് PSC ക്വസ്റ്റ്യൻസ് ആണ് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. മനുഷ്യൻ്റെ ശ്വാസകോശത്തെ പൊതിഞ്ഞിരിക്കുന്ന നേരിയ ആവരണങ്ങളാണ് ഓപ്ഷൻ എ മെനിഞ്ചസ്, ഓപ്ഷൻ ബി പ്ലൂറ, ഓപ്ഷൻ സി പെരിയോസ്റ്റിയം, ഓപ്ഷൻ ഡി പെരിട്ടോണിയം. ഏതാണ് ഇതിൽ ആൻസർ വരാം? ഓപ്ഷൻ ബി പ്ലൂറ. പ്ലൂറയാണ് ശ്വാസകോശത്തെ പൊതിഞ്ഞിരിക്കുന്ന ആവരണം. ഓക്കെ, അടുത്തത് വിറ്റാമിൻ എന്ന പദം ജീവകങ്ങൾക്ക് നൽകിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ഓപ്ഷൻ എ റോബർട്ട് ഹുക്ക്, ഓപ്ഷൻ ബി MJ Schleiden, ഓപ്ഷൻ സി കാസിമിർ ഫങ്ക്, ഓപ്ഷൻ ഡി വില്യം ജോഹാൻസൺ. ഇതിൽ ആരാണ് ജീവകങ്ങൾക്ക് വിറ്റാമിൻ എന്ന പദം നൽകിയത്? ഓപ്ഷൻ സി കാസിമിർ ഫങ്ക് ആണ് ജീവകങ്ങൾക്ക് വിറ്റാമിൻ എന്ന പദം നൽകിയത്. അടുത്ത ക്വസ്റ്റ്യൻ, കോ എൻസൈം എന്നറിയപ്പെടുന്ന ആഹാര ഘടകം താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ എ വിറ്റാമിൻസ്, ഓപ്ഷൻ ബി നാരുകൾ, ഓപ്ഷൻ സി ധാതുക്കൾ, ഓപ്ഷൻ ഡി പ്രോട്ടീൻ. കോഎൻസൈം എന്നറിയപ്പെടുന്ന ആഹാര ഘടകം ആരാണ്? ഏതാണ്? വിറ്റാമിൻസ് ആണ്. വിറ്റാമിൻസ് അല്ലെങ്കിൽ ജീവകങ്ങളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കൊബാൾട്ട് അടങ്ങിയിരിക്കുന്ന ജീവകമാണ് ഓപ്ഷൻ എ വിറ്റാമിൻ B1, ഓപ്ഷൻ ബി വിറ്റാമിൻ B6, ഓപ്ഷൻ സി വിറ്റാമിൻ B12, ഓപ്ഷൻ ഡി വിറ്റാമിൻ B7. ഏതാണ് കൊബാൾട്ട് അടങ്ങിയിരിക്കുന്ന ജീവകം? ഓപ്ഷൻ സി വിറ്റാമിൻ B12 ആണ്. ഇതിന് സൈനോ കൊബാലമീൻ എന്നാണ് ഈ ഒരു വിറ്റാമിന് പേരെന്ന് പറയുന്നത്. ഓക്കെ, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ ശിരോനാഡി? ഓപ്ഷൻ എ ഒക്യുലോമോട്ടർ നാഡി, ഓപ്ഷൻ ബി സയാറ്റിക് നാഡി, ഓപ്ഷൻ സി വാഗസ് നാഡി, ഓപ്ഷൻ ഡി ട്രൈജെമിനൽ നാഡി. ഏറ്റവും നീളം കൂടിയ ശിരോനാഡി ഏതാണ്? വാഗസ് നാഡിയാണ്. ഓപ്ഷൻ സി വാഗസ് നാഡിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തൈറോക്സിൻ്റെ കുറവ് മൂലം കുട്ടികളിൽ ഉണ്ടാകുന്ന രോഗമാണ് ഓപ്ഷൻ എ ക്രിട്ടിനിസം, ഓപ്ഷൻ ബി മിക്സഡിമ, ഓപ്ഷൻ സി ഗോയിറ്റർ, ഓപ്ഷൻ ഡി അഗ്രോമെഗലെ. ഓപ്ഷൻ എ ക്രിട്ടിനിസം ആണ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, PPLOയുടെ പൂർണ്ണരൂപം? PPLOയുടെ പൂർണ്ണരൂപം എന്താണ്? ഓപ്ഷൻ എ പ്ലൂറോ പ്ലൂട്ടോ ലൈക്ക് ഓർഗാനിസം, ഓപ്ഷൻ ബി പ്ലൂറോ ന്യൂമോണിയ ലൈക്ക് ഓർഗാനിസം, ഓപ്ഷൻ സി പ്ലൂറോ പാർട്ട് ലൈക്ക് ഓർഗാനിസം, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. ഏതാണ് ആൻസർ വരുന്നത്? PPLOൻ്റെ പൂർണ്ണ രൂപം ഏതാണ്? പ്ലൂറോ ന്യൂമോണിയ ലൈക്ക് ഓർഗാനിസം. അടുത്ത ക്വസ്റ്റ്യൻ, എനർജി കറൻസി ഓഫ് സെൽ എന്നറിയപ്പെടുന്നത് താഴെ പറയുന്നതിൽ ഏതാണ്? ഓപ്ഷൻ എ ATP തന്മാത്രകൾ, ഓപ്ഷൻ ബി മൈറ്റോകോൺട്രിയോൺ, ഓപ്ഷൻ സി റൈബോസോം, ഓപ്ഷൻ ഡി എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ഇവിടെ ഒരു കൺഫ്യൂഷൻ തോന്നാം അല്ലേ? എനർജി റിലേറ്റഡ് എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് മൈറ്റോകോൺട്രിയോൺ നോക്കും. പക്ഷേ ഏതാണ് ആൻസർ വരുന്നത്? എനർജി കറൻസി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഏതാണ് ആൻസർ വരുന്നത്? ATP തന്മാത്രകൾ. ഓപ്ഷൻ എ ATP തന്മാത്രകൾ. അടുത്ത ക്വസ്റ്റ്യൻ, മൈറ്റോകോൺട്രിയയുടെ ആന്തരസ്തരത്തിലെ മടക്കുകൾക്ക് പറയുന്ന പേര്? ഓപ്ഷൻ എ ഓക്സിസോമുകൾ, ഓപ്ഷൻ ബി റൈബോസോം, ഓപ്ഷൻ സി ക്രിസ്റ്റേ, ഓപ്ഷൻ ഡി ടോണോപ്ലാസ്റ്റ്. മൈറ്റോകോൺട്രിയയിലുള്ള മടക്കുകൾക്ക് പറയുന്ന പേരെന്താണ്? ഓപ്ഷൻ സി ക്രിസ്റ്റേ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ ഗർഭിണികൾക്ക് നൽകുന്ന വാക്സിൻ ഏത്? ഓപ്ഷൻ എ പെൻഡാ വാക്സിൻ, ഓപ്ഷൻ ബി റുബല്ല വാക്സിൻ, ഓപ്ഷൻ സി BCG, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. ഗർഭിണികൾക്ക് നൽകുന്ന വാക്സിൻ ഏതാണ്? ഓപ്ഷൻ ബി റുബല്ല വാക്സിനാണ്.
അപ്പോൾ നമ്മളിന്ന് 10ഓളം ക്വസ്റ്റ്യൻസ് നോക്കിയിട്ടുണ്ട്. ഇതിൻ്റെ എക്സ്പ്ലനേഷൻ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്ത് അറിയിക്കാം. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.